ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഞാനിന്ന് വീഡിയോ ഇന്ന് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. എന്നെന്തായാലും എനിക്ക് കുറച്ച് നേരം മാർക്കറ്റിൽ ശ്രദ്ധിക്കാൻ പറ്റി. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി പോയേക്കാണ്. അപ്പം ഓരോ ടെസ്റ്റിന് വാതിൽ ചെല്ലുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ വെയിറ്റ് ചെയ്യേണ്ട സമയങ്ങളൊക്കെ നമുക്ക് ചാർട്ടിനകത്തിൽ ശ്രദ്ധിക്കാനൊക്കെ സമയം കിട്ടി. അപ്പം ഞാനിന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്നതിനാണ് ആ വോയിസ് ഇട്ടത്. അപ്പം ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ റിയാക്ഷൻ ആണോ എന്ന് ഞാൻ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം മാർക്കറ്റ് പിന്നെയും അവിടുന്ന് ഏതാണ്ട് 150 പോയിൻ്റ് എടുത്താണ്ട് ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് പിന്നെയും ഫർദറായിട്ട് താഴെ പോയി നമ്മുടെ 24,000 പൊട്ടി. അതിൻ്റെ താഴെ എനിക്ക് തോന്നുന്നു 23,940, 60 ആ റേഞ്ചിൽ ഒരു ടെമ്പററി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും പൊട്ടി മാർക്കറ്റ് 23,800 വരെ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് താഴെ പോയപ്പോഴും കുറച്ച് പേര് എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു. സാർ എന്നാ വർത്താനം പറയുന്നത്, പിന്നെ നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് ഡോളറുമായിട്ട് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് താഴെ പോയി, ഡിപ്രീഷിയേറ്റ് ചെയ്തു, 95 മേളിൽ പോയി. അതുപോലെ തന്നെ അമേരിക്ക ഇറാനെ അടിക്കുമെന്നുള്ള ന്യൂസുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് പൊട്ടി തകരാനുള്ള സാധ്യതയുണ്ട്. എന്നെ 22,000 ഒക്കെ വെല്ലുവിളിച്ച ആൾക്കാരുണ്ട്. 22,000 മാർക്കറ്റ് എത്തും എന്നൊക്കെ വെല്ലുവിളിച്ച ആൾക്കാർ ധാരാളം ആൾക്കാർ. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ആർക്കും റിപ്ലൈ അങ്ങനെ ചെയ്യാറുമില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാർക്കറ്റിൽ നമ്മളൊരു കാര്യം എപ്പോഴും ആലോചിക്കണം. നമ്മൾ മാർക്കറ്റിൽ ഒരു കാര്യം പറയുമ്പോൾ മാർക്കറ്റിന് ശേഷം ആർക്കും എന്ത് വേണമെങ്കിലും പറയാം ഇല്ലേ. മാർക്കറ്റിന് ശേഷം ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ആണ്ടത് അങ്ങനെ സംഭവിച്ചു പറയാം. പക്ഷേ ലൈവ് മാർക്കറ്റിൽ അല്ലെ, മാർക്കറ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗട്ട്സ് വേണം ഇല്ലേ. അതിന് കുറച്ച് സ്റ്റഡിയും കൂടെ വേണം. ചുമ്മാതെ പൊട്ടൻ്റെ മാവേലിയർ പോലെ എന്തെങ്കിലും അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് പറയുമ്പോഴും ഒരു പക്ഷേ പോലും പാളി പോകാറുണ്ട് ഇല്ലേ. പക്ഷേ നമ്മുടെ കോൺഫിഡൻ്റ് ആണ്, നമ്മുടെ പഠനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അവിടെ പ്രോബബിലിറ്റിയാണ്, നമ്മൾ സാധ്യതകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ അത് പാളി പോവാം, ശരിയാണ്, സംഭവിച്ചു, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു, പലപ്പോഴും അങ്ങനെ പാളി പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കൺവിക്ഷൻസ് അല്ലെ, നമ്മളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അത് ചിലപ്പം അത് സത്യമാകാറുണ്ട്. അത് എൻ്റെ ഒരു കണക്കൂട്ടിൽ 60 മുതൽ 70% വരെ സത്യമാകാറുണ്ട്. 30% ഒക്കെ ചിലപ്പോൾ അത് റോങ് ആയി പോകാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ വിമർശനം വന്നോട് പറഞ്ഞു, വിമർശനത്തിൽ ഞാൻ അതിനെ ആ അർത്ഥത്തിൽ തന്നെ തള്ളിക്കളയാണ്. പക്ഷേ എങ്കിലും നിരന്തരമായിട്ട് ഇൻബോക്സിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയിൽ ധാരാളം പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല, നമ്മളതിന് റിപ്ലൈ ചെയ്യാറുമില്ല. കാലം തെളിയിക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 22,000 പറഞ്ഞ് ഇൻബോക്സിൽ വന്ന് പിന്നെ ഭീഷണി മുഴക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് 21,000 തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ 23,800 മാർക്കറ്റ് ഇറങ്ങി വന്നു. നിങ്ങൾക്ക് എന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, 23,800 എന്ന് പറയുന്ന ലൈൻ്റെ പ്രാധാന്യം കഴിഞ്ഞ വർഷം 2025 ജനുവരി മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,800 എന്ന് പറയുന്ന വരയുടെ പ്രാധാന്യം പല പ്രാവശ്യം നമ്മുടെ പോസ്റ്റ് മാർക്കറ്റിലും പ്രീ മാർക്കറ്റിലും വീക്കിലി അനാലിസിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ നിഫ്റ്റിക്ക് നിർണായകമായ ഒരു ലൈനാണ് 23,800. നിഫ്റ്റിയുടെ തലവര എന്ന് തന്നെ പറയുന്ന, ഞാനങ്ങനെ എപ്പോഴും അങ്ങനെ എല്ലാ ലൈനുകളും അങ്ങനെ തലവര എന്നങ്ങനെ പറയാറില്ല ഇല്ലേ. വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ മാത്രമേ ഞാനങ്ങനെ സംസാരിക്കാറുള്ളൂ. അപ്പം ഇവിടെ നിഫ്റ്റി ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,800 എന്ന് പറയുന്ന ലൈന് വളരെ പ്രാധാന്യമുള്ള ലൈനാണ്. മാർക്കറ്റ് കറക്റ്റായിട്ട് അവിടെ വന്ന് തട്ടി കൃത്യമായിട്ട് മാർക്കറ്റ് തിരിച്ചുപോയി 24,000 ടച്ച് ചെയ്തു. അവിടെ നിന്ന് ഒന്ന് റിവേഴ്സ് ചെയ്തു. പിന്നെ മാർക്കറ്റ് കട്ട് ചെയ്ത് മോളിൽ പോയിട്ട് 24,000 ഏരിയയിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത്. അതായത് മാർക്കറ്റ് ഇന്നലെ എവിടെയാണോ ക്ലോസ് ചെയ്തത് അതേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നും ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്, മന്ത്ലി എക്സ്പയറിയാണ്. അതുപോലെ BSE കോൺട്രാക്റ്റുകളുടെയൊക്കെ BSEയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകളുടെയൊക്കെ എക്സ്പയറിയാണ് ഇന്ന്. ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ അതുകൊണ്ട് വോളറ്റാലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചാർട്ടിനകത്തോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിന് മുന്നേ അങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പം പോസ്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ പറയുന്നതിന് താല്പര്യം, ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷേ മാർക്കറ്റിന് മുന്നേ ധൈര്യത്തോടെ
ഗട്ട്സോടെ പറയുക എന്നുള്ളത് അതിന് കുറച്ച് എന്താ പറയുന്നത് ഗട്ട്സ് വേണം ഇല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ ഗ്രൂപ്പിലുള്ളവർ എനിക്ക് തരുന്ന സപ്പോർട്ട് വളരെ 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 എന്താ പറയുന്നത്, കട്ട സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. എനിക്കത് മനസ്സിലാക്കും. കാരണം നിങ്ങളുടെ ഈ മൗത്ത് പബ്ലിഷിങ് അല്ലേ, പബ്ലിസിറ്റിയിലൂടെയാണ് നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലും ഒക്കെ ധാരാളം ആൾക്കാർ, നിങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്ത ധാരാളം ആൾക്കാർ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്നത്. ശരിയല്ലേ? അപ്പോൾ അവരോട് ഞാൻ നിങ്ങളോട് നീതി പുലർത്തേണ്ടത് എൻ്റെയും കൂടെ ഒരു മാന്യതയാണ് അല്ലേ? നമ്മളപ്പം ചുമ്മാതെ എന്തെങ്കിലും പറയുക എന്നുള്ളതല്ലാതെ പഠിച്ചിട്ട് ശരിക്കും അതിനെ അവലോകനം ചെയ്തിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു വോയിസ് ഇടുകയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമുക്ക് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ക്ഷമയോടെ കാത്തിരുന്ന് ട്രേഡ് എടുത്തവരിൽ ധാരാളം പേർക്ക് ഇന്ന് വലിയ ഹ്യൂജ് പ്രോഫിറ്റിൻ്റെ നമ്പറൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നു. പക്ഷേ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. കാരണം ഇപ്പോൾ എനിക്ക് ലക്ഷങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ധാരാളം അയച്ചു തരാറുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഇഷ്ടം 1000, 2000, 1500 എടുക്കുന്നവരാണ് എനിക്ക് ഏറെ ഇഷ്ടം. ഞാൻ അവരുടെ കൂടെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ വലിയ പാർട്ടികളെ തള്ളിക്കളയല്ല, പക്ഷേങ്കിൽ എനിക്ക് കൂടെ നിൽക്കാൻ ഇഷ്ടം എല്ലാ ദിവസവും 1000, 1500, 2000 അവരവരുടെ ശമ്പളം എടുക്കുന്നവരാണ് എനിക്ക് ഏറെ ഇഷ്ടം. അവരുടെ കൂടെ നിൽക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000, 10000, 25,000 കൊണ്ട് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതങ്ങൾ നടന്നു പോകാനുള്ള ഒരു സമ്പാദനം അതാണ് അവർ നോക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റുള്ളവരെ തള്ളിക്കളയല്ല, നിങ്ങൾ നിങ്ങളുടെ റിസ്കി ട്രേഡ് ഉപയോഗിച്ച് റിസ്ക് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അതൊന്നും അല്ല വിഷയം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച, അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിപ്പം ഒരാഴ്ച കഴിഞ്ഞു. അപ്പം നമുക്കൊരു പെൻഡിങ് ക്ലാസ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ വെച്ച് നമ്മളൊരു ക്ലാസ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് എത്രയും പെട്ടെന്ന് അത് നടത്തണം. കാരണം വെച്ചാൽ നമ്മൾ മാർച്ച് മാസം ആണ് ആ ക്ലാസ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് നടത്താൻ പറ്റാതെ വന്നു. അപ്പോൾ നമ്മൾ അത് ഏപ്രിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് മെയ് മാസം ഏകദേശം 16-ാം തീയതിയാണ് ഞാനത് 16-ാം തീയതി ശനിയാഴ്ചയാണ് തൃശ്ശൂരിലെ നമ്മുടെ പെൻഡിങ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്നുകൂടെ ഞാൻ നോക്കിക്കോട്ടെ. 16 ശനിയാഴ്ച. ഓക്കെ, മെയ് മാസം 16-ാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ തൃശ്ശൂരിലെ ആ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. അന്ന് ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്തവരാരും, ഞാൻ ഇവർക്കൊക്കെ തന്ന ഫീസ് തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും ഫീസ് തിരിച്ചു മേടിച്ചില്ല. സാർ എന്ന് നാട്ടിൽ വരുന്നു അന്ന് മാത്രം ക്ലാസ് മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ആ ക്ലാസ്, അതിൽ വേറെ കൂടുതൽ ആൾക്കാരെ ഒന്നും എനിക്കിനി ആഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ഓൾറെഡി ഫിൽഡാണ്. അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ക്ലാസ് നമ്മൾ മെയ് 16-ാം തീയതി ശനിയാഴ്ച നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ധാരാളം ആൾക്കാരുണ്ട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഞങ്ങളെ കൂടെ അഡ്മിറ്റ് ചെയ്യുമോ, അല്ലെ ഒരു ക്ലാസ് വേറെ എവിടെയെങ്കിലും കൂടെ പ്ലാൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ദിവസം കൂടെ കൊച്ചിയിൽ, എറണാകുളത്ത് ഒരു ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് ഞാൻ കൺഫേം ചെയ്തിട്ട് പുറകെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ക്ലാസ് നമുക്കുണ്ടായിരിക്കും. തൃശ്ശൂർ നമുക്ക് പെൻഡിങ് വന്നിരുന്ന ക്ലാസ് നടക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊച്ചിയിലും ഒരു ക്ലാസ് നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റും ഹോട്ടലൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എങ്കിലും ഗ്രൂപ്പിലുള്ളവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരെയാണ് അതിൽ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ തരുന്ന കട്ട സമയം, ഞാൻ പറഞ്ഞല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റീൽ ഇറക്കാനോ ഷോർട്സ് ഇറക്കാനോ അല്ലെങ്കിൽ പരസ്യം ചെയ്യാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കറിയാം എന്നെ തേടി വരുന്ന ആൾക്കാർ നിങ്ങൾ മുഖാന്തരം വരുന്ന ആൾക്കാരാണ് അല്ലേ? നിങ്ങളിൽ ഓരോരുത്തരും പറഞ്ഞറിഞ്ഞ് കേട്ട് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ പരസ്യം ചെയ്യാനോ റീൽ ഇറക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിവേ എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ നമ്മുടെ വീക്കിലി ആനലിസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. എന്താണ് ഇന്ന് സംഭവിച്ചതെന്നുള്ളത് ചാർട്ടിലോട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിനകത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കേ, ഈ ബോക്സ് ഇപ്പോഴും വാലിഡ് ആകട്ടെ. ഈ ബോക്സ് അവിടെ തന്നെ ഇരുന്നോട്ടെ. മാർക്കറ്റ് ഏകദേശം 180 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് പൊട്ടിയിറങ്ങി നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ, 23,930 ആ റേഞ്ചിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇല്ലേ, റീടെസ്റ്റ് ചെയ്ത് വീണ്ടും എവിടെ വന്നു, 23,800 എന്ന് പറയുന്ന നിർണായകമായ ലൈനിലെത്തി. മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തു 24,000 എത്തി. അപ്പം ഇത് നമ്മുടെ
ക്ലിയർ പഠനവും പ്രൊഡിക്ഷനായിട്ട്. ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആധികാരികത എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ രാവിലെ തന്നെ പറഞ്ഞു ഇന്ത്യൻ മാർക്കറ്റ് ഓവർ റിയാക്ഷൻ എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഡൗ ജോൺസ്, നമുക്ക് US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ ഒന്ന് എടുത്ത് നോക്കാം. US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് നല്ല രീതിയിൽ 1,500 പോയിന്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് 30-ാം തീയതി രാത്രി 12 മണിക്ക് ഓപ്പണായ മാർക്കറ്റാണ് ഇല്ലേ. നിങ്ങൾ നോക്കിക്കേ, ഈ രാത്രി 30-ാം തീയതി അർദ്ധരാത്രി വെളുപ്പിനെ 30-ാം തീയതി വെളുപ്പിനെ 2 മണി മുതൽ ഉള്ള ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു 12 മണിക്ക് ശേഷമുള്ള ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചാർട്ടിനകത്തിൽ ഒക്കെ US ഫ്യൂച്ചറാണെന്ന് ആലോചിക്കണം. ഇതിനകത്തിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വലിയ ഡ്രാസ്റ്റിക് ഫോൾ ഇതിനകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെയാണ് നമ്മുടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം മാർക്കറ്റ് ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ്, ഏകദേശം ഇവിടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ഇവിടെയാണ് മാർക്കറ്റ് 30-ാം തീയതി രാവിലെ ഓപ്പൺ ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെ 9:15. നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓക്കെ, ഞാൻ വരച്ച് കാണിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം ഓരോരോ വിരോധാഭാസം എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ, നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതും വാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് 9:15, ഇന്ന് 30-ാം തീയതി 9:15 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെയാണ്, ഈ ഏരിയയിലാണ്. ഇത് US ഫ്യൂച്ചറാണ് കാണുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, ഈ ഏരിയയിൽ ഇല്ലേ. ഇതിനിടയിൽ എവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഗ്ലോബലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഗ്ലോബലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ബാധിക്കുന്നത് US ഫ്യൂച്ചറിനെയാണ് ഇല്ലേ. ഇവിടെ ഗ്ലോബലി ഒരു പ്രശ്നങ്ങളും ഇവിടെ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് ഇവിടുന്ന് പതിയെ നടന്ന് കയറുകയായിരുന്നു ഇല്ലേ. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിലോ നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യൻ മാർക്കറ്റിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഡൗണോടുകൂടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് ഏകദേശം 200 പോയിന്റ് മാർക്കറ്റ് വീണ്ടും പൊട്ടി ഇല്ലേ. അപ്പോൾ ഇതൊരു അബ്നോർമാലിറ്റിയാണ്. കാരണം ഇത് യാതൊരു അടിസ്ഥാനവും ഇല്ല ഈ മാർക്കറ്റ് ഇങ്ങനെ പൊട്ടാനുള്ള കാരണം. പിന്നെ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി നമുക്ക് പറയാം US ഡോളറും ഇന്ത്യൻ റുപ്പീസും തമ്മിലുള്ള വളരെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഭയങ്കര ഫോളായിട്ട് 95 രൂപയ്ക്ക് മേളിലായി എന്നൊക്കെ പറഞ്ഞ് വേണം ഒരു വാദത്തിന് വേണ്ടി പറയാം. പക്ഷേ ആ വാദമൊന്നും ഇവിടെ എൻ്റെ ഭാഷ പറഞ്ഞത് വില പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇത് ഒരു ഓവർ റിയാക്ഷനാണ്. എൻ്റെ പ്രതീക്ഷ മുഴുവൻ മാർക്കറ്റ് ഇവിടെ തിരിച്ചു കയറും എന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ ഏരിയയിലെത്തിയപ്പം ഇവിടുന്ന് നമ്മളൊരു ഒരു ട്രേഡ് എടുത്തു, നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഇന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട പൈസ കൃത്യമായിട്ട് മാർക്കറ്റ് തന്നെ എനിക്ക് കൈനീട്ടമായിട്ട് തന്നു. അതുകൊണ്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശൊന്നും ചിലവായില്ല. മാർക്കറ്റിൽ നിന്ന് തന്നെ ആ കാശ് എനിക്ക് എൻ്റെ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠനം. ഇതാണ് പഠനം. അല്ലാതെ ചുമ്മാതെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് നമ്മൾ ചാടി ഇറങ്ങി പുറപ്പെടുകയല്ല ചെയ്യുന്നത്. നമ്മൾ കൃത്യമായി മാർക്കറ്റിനെ വീക്ഷിക്കുക. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്, ഗ്ലോബലി എന്താണ് നടക്കുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ വീഴുവാണ് എന്ത് കാരണം കൊണ്ടാണ് അത് വീഴുന്നത്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ അതിൻ്റെ പിന്നിൽ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഒരു ട്രേഡിന് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിത് ചെയ്തത്. അപ്പം നിങ്ങൾക്കും ആറേ കഞ്ഞി പഴങ്കഞ്ഞി ആണല്ലോ, പിന്നെ പറയുവാണെങ്കിൽ അതിൻ്റെ ആ ചൂടം കൂട്ടും. അപ്പോൾ ഇന്ന് തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഇതൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വീക്കെൻഡാണ്, 3 ദിവസം അവധിയുണ്ട്. റീൽസുകളൊക്കെ കണ്ട് സമയം കളയാതെ പ്രൈസ് ആക്ഷൻ സീരീസൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിനകത്തിൽ 2 പ്ലേലിസ്റ്റുകളുണ്ട്. ഒന്ന് പ്രൈസ് ആക്ഷൻ സീരീസ് ഉണ്ട്, ഒന്ന് സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട്. 2 പ്ലേലിസ്റ്റുണ്ട്. അപ്പോൾ ഈ 2 പ്ലേലിസ്റ്റുകൾ നിങ്ങൾ സമയം കിട്ടുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 3 ദിവസമുണ്ട് സമയം കിട്ടുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വീഡിയോകളൊക്കെ പോയി നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ അവസാനം ഞാൻ 2 പ്ലേലിസ്റ്റ് ഇട്ടേക്കാം, നിങ്ങളത് സമയം പോലെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.